ഒരു മിഡിൽ ബെഞ്ചർ ഇൻട്രോവേർട്ടായിരുന്ന ഞാൻ ഇങ്ങനെ ഒരു എക്സ്ട്രോവേർട്ടായി മാറി എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഒരു +2 സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു. എന്നെക്കൊണ്ട് ബാക്കിയുള്ളവർക്കുള്ള ആകെ ഒരു പരാതി എന്ന് പറയുന്നത് അവൾ ആരോട് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് ചിരിക്കുക പോലും ഇല്ല, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് അതായിരുന്നു എൻ്റെ പാരൻസിനോട് എല്ലാവർക്കും, ടീച്ചേഴ്സിനാണെങ്കിലും ഇപ്പം അടുത്തുള്ളവർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഒക്കെ ആകെയുള്ളൊരു പരാതി ഇതായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്ന, ആരെ കണ്ടാലും അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരാളായി മാറിയത്. അപ്പോൾ ആ ലൈഫ് എന്താ പറയുക, ആ ജേണി വളരെ പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതൊന്നുമല്ല. നമ്മൾ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ അങ്ങനെയായി തീരുന്നതാണ്. അതായത് നമ്മളൊരു ഒരു പോയിന്റ്, ലൈഫിലൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ, എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളെ യൂസ് ചെയ്യുന്നു, നമ്മളെ ടേക്ക് ഫോർ ഗ്രാൻഡഡ് എടുക്കുന്നു, നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മൾ നോ പറയാത്തതുകൊണ്ട് നമ്മളെ പരിഹസിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് കരയാച്ചാൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. അല്ലാതെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നിനും നമ്മൾ വേറൊരാളെ വേണ്ടി കാത്തിരിക്കരുത്. എല്ലാം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, നമ്മൾ സ്വയം ചെയ്യണം. ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു പാഠാണ് കേട്ടോ. ഞാൻ അത് ഇൻഡിപെൻഡൻ്റ് ആവാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. എന്തിനും ഒരാളെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ഗേൾസിൻ്റെ ഒക്കെ ഉള്ള കാലം, ബാത്റൂം പോവുകയാണെങ്കിൽ പോലെ ഒരു ഫ്രണ്ട് ഇറങ്ങി ബാത്റൂം പോകാണ്ട് ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൂടിയാണ് പോവുക. അപ്പോൾ അങ്ങനെ എന്ന് പറയാം, എനിക്ക് എൻ്റെ കൂടെ അങ്ങനെ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ എൻ്റെ കൂടെ അധികവും ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒറ്റയ്ക്കായി തന്നെയാണ് നമ്മൾ എന്തും സ്വന്തം ചെയ്യാമെന്നുള്ളൊരു ഘട്ടത്തിലെത്തി. അപ്പോൾ അതേമാതിരി തന്നെ നമ്മളെ കളിയാക്കുക, പരിഹസിക്കുക, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കരയുക, അല്ലെങ്കിൽ നമ്മളത് തിരിച്ച് പറയുക എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പം ഇത്രയും കാലം കരഞ്ഞുകൊണ്ട് യാതൊരു ഡിഫറൻസും ഉണ്ടായിട്ടില്ല. അപ്പം നീ സംസാരിക്കണം, എനിക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം, വേറൊരാളും വരില്ല. ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടായപ്പോഴാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം എന്നെ ആരെങ്കിലും പരിഹസിക്കുകയാണെങ്കിൽ ഞാനും അതേ നാണയത്തിൽ പറയും, ആണോ ഞാനും അത് തന്നെയാണ് വിചാരിച്ചേ, അങ്ങനെയൊക്കെ പറയും. ഇപ്പം പലരും പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ അവർ പറയുന്നത് തന്നെ നമ്മളും കൂടി തമാശ എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ച് പറയുമ്പോൾ അവരെന്ന് വിചാരിക്കേ, ഞാൻ കളിയാക്കിയതാണല്ലോ, അവർക്ക് മനസ്സിലായില്ല, ഇവളെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. അല്ലാതെ അവിടെ ഇരുന്ന് കരയുമ്പോൾ അവർ കൂടുതൽ ശക്തിയായിട്ട് കൂടുതൽ പറയത്തേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ച് തുടങ്ങുക. അങ്ങനെയാണ് ഞാൻ ഇന്ന് കാണുന്നൊരു ആളായിട്ട് മാറിയത്. വയസ്സ് കൂടുന്തോറും ബാക്കിയുള്ളവരെന്ത് പറയും, ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് അങ്ങോട്ട് കുറയ്ക്കുക. നമ്മൾക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. അതായത് ബാക്കിയുള്ളവർക്ക് ഉപദ്രവമാവാത്ത രീതിയിൽ. എങ്ങനെയും ഫ്രീഡം എന്ന് പറയുന്നത് മിസ്യൂസാണ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളവർക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇടുക, നമുക്ക് ഇഷ്ടമുള്ളത് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ കുറച്ചുകൂടി ഗട്ട്സ് കിട്ടും. നമ്മളിങ്ങനെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അത് നമ്മളിഷ്ടമുള്ള മാതിരി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക, നമുക്കിഷ്ടമുള്ള ജോലി ചെയ്യുക, നമുക്കിഷ്ടമുള്ള ഹോബീസ് ചെയ്യുക. വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ വായിക്കാൻ സമയം കണ്ടെത്തുക, സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ അതിന് സമയം കണ്ടെത്തുക. അതായത് ഇപ്പം അമ്മയായതിനു ശേഷം ഫുൾ ടൈം ആണ് നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഒരു ടൈനി ഹ്യൂമൻ ബീങ് ഉള്ളത്, അതാണ്. പക്ഷെ അത് വിചാരിച്ച് 24/7 അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ബാക്കിയുള്ളവരെന്ത് പറയും, അയ്യോ മോനെവിടെ ആക്കിപ്പോയോ, ബാക്കിയുള്ളവരെന്ത് പറയും, ബാക്കിയുള്ളവർക്ക് ഞാനൊരു ബാഡ് മദറാണെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിക്കുക വെച്ചാൽ അവരൊരു ലൈഫ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വേണ്ടി വരില്ല. അവർ ഇൻഡിപെൻഡൻ്റായി അവരെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ പലപ്പോഴും അതുവരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. ഒന്നാമത് ഇപ്പം തന്നെ ആരോഗ്യമൊക്കെ ഒരു വഴിയായിട്ടുണ്ട്. അന്ന് എന്തായിരിക്കും അവസ്ഥ, ബെഡിൽ നിന്ന് നീക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളെ ഹാപ്പി ആക്കുന്ന എന്താണോ അത് ചെയ്യുക. ബാക്കിയുള്ളവർ, അതിപ്പോൾ നമ്മളെ വീട്ടിലുള്ളവരാണോ, നമ്മളെ ഫ്രണ്ട്സാണോ, ഫാമിലിയാണോ, അടുത്തുള്ളവരാണോ, നാട്ടുകാരാണോ, ആരെയും ബോധിപ്പിക്കാനൊന്നും ചെയ്യാതെ ഇരിക്കുക. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. നമ്മളിതൊരു പല വീഡിയോസും കണ്ടിട്ടില്ലേ, എക്സ്ട്രോവേർട്ട് ആയിരുന്നവർ ഇൻട്രോവേർട്ട് ആയത്, അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം.
അപ്പോൾ അതൊക്കെ ഇതേമാതിരി എക്സ്ട്രോവേർട്ടായിട്ട് അവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് ഫേസ് ചെയ്യുമ്പോൾ പതിയെ പതിയെ അവർ പറയുന്ന ആരും കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ പതിയെ പതിയെ സംസാരം കുറഞ്ഞ് അവർ ഉൾവലിഞ്ഞ് അവരിലേക്ക് ഒതുങ്ങുക, അങ്ങനെ ഇൻട്രോവേർട്ട് ആവും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ച് അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആയത് ഞാനിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ലൈഫിലെ സിറ്റുവേഷൻ, നമ്മളെന്തിൽ കടന്നു പോകുന്നു അതനുസരിച്ചിരിക്കും നമ്മളെ സ്വഭാവം എല്ലാം, നമ്മൾ എല്ലാം എങ്ങനെ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ. ചിലവർക്ക് സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമല്ല, ചിലവർക്ക് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം. അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ്. അപ്പം ഞാൻ ഈ ഒരു കാലഘട്ടം വരെ ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പം എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് ഈ 2 കാറ്റഗറിയിലെ ആൾക്കാരെയും അറിയാം. ചില ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും, ഇൻട്രോവേർട്ടായ ഫ്രണ്ട്സ്, എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, എനിക്കൊരു മടിയാണ് ആൾക്കാരോട് കയറിയിട്ട് സംസാരിക്കാൻ. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ജാടയാണ്. പൊതുവേ ഇൻട്രോവേർട്ടായ ആൾക്കാരോട് പറയുന്ന ഒരു അഹങ്കാരം, ജാട എന്നുള്ള ലേബിളിലാണല്ലോ നമ്മൾ ഒതുക്കുക. അതേമാതിരി എക്സ്ട്രോവേർട്ടായ ആൾക്കാരെ ധിക്കാരി, അവിടെ അഹങ്കാരി വരും. എനിക്ക് രണ്ടിലും കേട്ടിട്ടുണ്ട്, അഹങ്കാരി, ധിക്കാരി, വായ തോന്നിയത് വിളിച്ചു പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരും. അപ്പം നമ്മളാരും ജഡ്ജ് ചെയ്യരുത്, നമ്മളാരും ജഡ്ജ് ചെയ്യാൻ ആരല്ല. അവർ കടന്നുപോയ ലൈഫ് സിറ്റുവേഷൻ എന്താ നമുക്കൊരിക്കലും അറിയില്ല. അതനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവം. അവർ ചൈൽഡ്ഹുഡാണല്ലോ നമ്മുടെ സ്വഭാവ, ചൊട്ടയിലെ ശീലം ചൊട്ടല വില എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡിൽ നമ്മൾ കടന്നുപോയൊരു ഹാപ്പി ചൈൽഡ് ആണെങ്കിൽ അവർ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കും, ഒരു എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അതേ സമയത്ത് അവരെന്തെങ്കിലും മോശം അനുഭവത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫേസ് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, പരിഹാസമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അവർ തന്നിലേക്ക് ഒതുങ്ങി ഇൻട്രോവേർട്ട് ആയിരിക്കും. അപ്പോൾ ഒരാളെ ഇൻട്രോവേർട്ടാണ്, അവർ എക്സ്ട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ അവരെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്, അവരെ കുറ്റം പറയരുത്. അപ്പം ഞാൻ ഈ രണ്ടും ആയതുകൊണ്ടുള്ള വിഷമങ്ങളും ഗുണങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ വേറൊരാളെ ഇൻട്രോവേർട്ടാണെങ്കിൽ ഞാൻ ഓക്കെ, അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ചില ഇൻട്രോവേർട്ട്സ് ആണല്ലോ നല്ല ലിസണേഴ്സ് അവരാണല്ലോ. അപ്പം അവരോട് ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ആരെയും ജഡ്ജ് ചെയ്യരുത്. അപ്പം ഞാൻ എന്തോ ഒരു പോയിന്റിൽ തുടങ്ങി എന്തോ ഒരു പോയിന്റിൽ അവസാനിപ്പിച്ചു. ബന്ധം ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല, എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെ പറഞ്ഞതാണ്. എന്തോ ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് തോന്നി. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്താണോ വീഡിയോ കണ്ടിട്ട് തോന്നണേ വെച്ചാൽ അത് കമൻറ്റ് സെക്ഷനിലിടാം. ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു എന്ന് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതന്നെ, ബി ഹാപ്പി. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ ഇരിക്കും.